ഒരു എയിംസെങ്കിലും കിട്ടിയാൽ വളരെ ഭാഗ്യം എന്നാണ് ഞാൻ കാണുന്നത്. കാരണം അന്ന് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് നിരവധി തവണ കേന്ദ്രമന്ത്രിമാരെ കണ്ടിരുന്നു. എയിംസ് കേരളത്തിന് അർഹതപ്പെട്ടതാണ്, തരണമെന്ന് പറഞ്ഞ് ഓരോ തവണ കാണുമ്പോഴും ഉറപ്പായിട്ടും കേരളത്തിന് തരും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ മാത്രമല്ല, അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എയിംസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡൽഹിയിൽ നിരവധി തവണ പ്രധാനമന്ത്രിയെ കണ്ടു, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടു, പക്ഷെ നമുക്ക് തന്നിട്ടില്ല. ഇനിയിപ്പം എയിംസ് കിട്ടും എന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ അതിൽ അതിയായ സന്തോഷം തന്നെയാണ്. അതല്ല, ഇപ്പം പല കിനാലൊരു സ്ഥലം എടുത്തു, ആ കാലം മുന്നോട്ട് പോയി. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ 10 സ്ഥലങ്ങളിൽ എയിംസിനുള്ള സ്ഥലം കണ്ടെത്തും എന്ന് പറയുന്നു. എങ്ങനെയാണ് അങ്ങനെയെല്ലാം പറയാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെയായാലും എയിംസ് കിട്ടിയാൽ മതി, അത് ഏത് ജില്ലയിൽ നിന്നുള്ളതില്ല. അപ്പോൾ ഞങ്ങളന്ന് അന്നത്തെ കാലത്ത് 4 സ്ഥലങ്ങളാണ് അതും നമ്മൾ നിർദ്ദേശിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഒരു സ്ഥലം നിർദ്ദേശിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചു. അപ്പോൾ അവിടെ കിനാലൂർ സ്ഥലം ഉണ്ടായിരുന്നു ആവശ്യത്തിന്, എന്നാൽ അതാവാം എന്ന് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. എന്നിട്ടാണ് ആ ഒരു സ്ഥലം നിർദ്ദേശിച്ചത്. ഒരു സ്ഥലം നിർദ്ദേശിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിലൊന്നും ഒരു തർക്കിക്കേണ്ട കാര്യമല്ല. എവിടെയാണോ കൂടുതൽ ഒരു മെഡിക്കൽ കോളേജിന്, ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, ഭാവിയിലെ വികസനവും കൂടി പ്രധാനമാണ് അത്തരം സ്ഥാപനങ്ങളുടെ. അതെവിടെയാണോ കിട്ടുക അവിടെ വരണം എന്ന് മാത്രമേ ആഗ്രഹിക്കേണ്ടതുള്ളൂ. ഈ ഇത്രയും സ്ഥലത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം തമ്മിൽ യോജിപ്പാവാൻ പറ്റില്ല. എയിംസിന് വേണ്ടി കിട്ടുമോയെന്നറിയാത്ത കാര്യത്തിന് പോലും വേണ്ടി യോജിപ്പില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ ഏത് സ്ഥലത്തായാലും നേരത്തെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച സ്ഥലം അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി എവിടെയെങ്കിലും ആയാലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയുള്ളൂ. അത് ഈ സുരേഷ് ഗോപി അടക്കമുള്ള ഒരു കമന്റ് നേരത്തെ പറഞ്ഞത് മാഡം കണ്ടിട്ടുണ്ടാവും. അതായത് ആവശ്യത്തിന് സ്ഥലമില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്ന സ്ഥലമാണെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞില്ല എന്നൊക്കെ സുരേഷ് ഗോപി പല പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോഴും ആ കാര്യം ശ്രദ്ധയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം സംസാരിക്കാനിടയായിരുന്നു. അപ്പോൾ ടീച്ചർ കോഴിക്കോടിനാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ ഞാനല്ല, 4 സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം കോഴിക്കോടാണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് കിനാലൂർ നമുക്ക് എയിംസിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞത്. അവിടെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തരണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇനി അതല്ല, കേന്ദ്ര ഗവൺമെൻറ് വേറെ ഏതെങ്കിലും ഒരു സ്ഥലമാണ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നെങ്കിൽ വേണ്ടാന്നൊന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം തന്നെ അങ്ങനെ പറയുന്നതെന്നറിയില്ല. ഒറ്റ സ്ഥലം തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഒറ്റ സ്ഥലം നിർദ്ദേശിച്ചിട്ടും തന്നിട്ടില്ല. ഒറ്റ സ്ഥലം നിർദ്ദേശിച്ചിട്ടാണ് നിർദ്ദേശിക്കുന്നത്. അതെ അതെ. തർക്കമാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ആരുടെ പ്രസ്താവന? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫ്ലൈറ്റിലായിരുന്നല്ലോ, ഇപ്പം വന്നിട്ട് ഇറങ്ങിയിട്ടല്ലേ ഇവിടെ. ഞാൻ കണ്ടിട്ടില്ല DCC പ്രസിഡന്റിൻ്റെ. അല്ല, അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വിഴിഞ്ഞം വിവാദമാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം ഇടതുപക്ഷ ഗവൺമെൻറ് വിഴിഞ്ഞം കൊണ്ടുവരണം എന്നുള്ള നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി. നേരത്തെ അദാനി ഗ്രൂപ്പിനെ കേന്ദ്രമാണ് ഏൽപ്പിക്കുന്നത്, കേന്ദ്രത്തിൻ്റെതാണ് പോർട്ട്. അപ്പോൾ അവർ ഏകദേശം അത് ഇട്ടേച്ച് പോയതുപോലെയാണ് ആയിരുന്നല്ലോ. അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതവും കൊടുക്കാമെന്ന് നിശ്ചയിച്ചിട്ടാണ് 5400 കോടി ഞങ്ങൾ ചിലവഴിച്ചു. പക്ഷേ ഇപ്പം 3000 കോടി അത്രയേ ചിലവഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാദമുണ്ട്. അത് എത്രയോ ആവട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ചിലവഴിക്കേണ്ടുന്ന വിഹിതം ചിലവഴിക്കുകയും സംസ്ഥാന ഗവൺമെൻറ് അതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തതിന് ശേഷമാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് വിഴിഞ്ഞം പോർട്ടിനെതിരെയല്ല ഞങ്ങൾ. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകണം, പക്ഷേ അത് നിയന്ത്രിതമായിട്ട് വേണം. ഇത് ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ കയ്യിൽ അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്ന രീതിയിൽ, സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാകുന്ന രീതിയിൽ, നാളെ സംസ്ഥാനത്തിന് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വരുമാനത്തിൻ്റെ മാർഗം കൊട്ടിയടക്കുന്ന രീതിയിലായി പോകരുത്. അല്ല, അതൊക്കെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. കേട്ടില്ലേ? കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജയുടെ പ്രതികരണം. അതെ, ഞാനാണ് പറഞ്ഞത്. അല്ല, അത് ഇന്ന വ്യക്തി എന്നൊന്നുമില്ല. കേട്ടില്ലേ? അതൊക്കെ ഇപ്പോഴതൊന്നും പറയേണ്ട ഒരു സാഹചര്യമല്ല. അത് പോയിട്ടുള്ള അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത് പറയേണ്ട സാഹചര്യമല്ല എന്ന്. അങ്ങനെ അവർ പറയുമ്പോൾ പിന്നെ നമ്മളിപ്പം സാഹചര്യമാണെന്ന് പറയേണ്ട കാര്യമില്ല. എങ്ങനെ യേസോറിനോ പറയിപ്പിക്കാൻ പറ്റൂലല്ലോ ഇതിൽ ഇത്തരം ചോദ്യങ്ങൾക്ക്. നമുക്ക് കാത്തിരുന്ന് കാണാം.
സാധാരണ കേന്ദ്ര കമ്മിറ്റിയാണ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞതാണ് ആ തോൽവിയും അതുപോലെ തന്നെ തെറ്റിദ്ധരുത്തൽ നടപടി ആ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഔട്ട്കം, അതായത് നേരത്തെ തന്നെ കീഴ്ഘടകങ്ങളിൽ ഏറ്റവും താഴെത്തട്ടുള്ള ഘടകങ്ങളിലടക്കം ആളുകളോട് തുറന്നടിക്കാറ് എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു. തുറന്നടിച്ചത് വേണ്ടത്ര റിപ്പോർട്ടുകൾ വന്നു, അത്തരം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ ചർച്ചയാകുമ്പോൾ എന്ത് ഔട്ട്കമാണ് ഈ CC നമ്മൾ അല്ല, ഇതൊരു അസാധാരണ CC അല്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഒരു കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു 2.5-3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേന്ദ്ര കമ്മിറ്റി ചേരുക. എന്നാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെയുള്ള ചർച്ച നടക്കുകയാണ്. ഇത് CC മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി ചേർന്നു, പിന്നീട് എല്ലാ ജില്ലകളിലും ചർച്ച നടത്തി, താഴെ ബ്രാഞ്ച് വരെ ഞങ്ങൾ പോയി, വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേർന്നു. അപ്പോൾ സാധാരണത്തെ ഇടവേള കൊടുക്കാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം, ഒരു പരാജയമാണല്ലോ ഉണ്ടായത്, ആ പരാജയം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഇവിടുന്ന് താഴേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു, താഴേന്ന് സഖാക്കൾ ചർച്ച ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം. ഇടതുപക്ഷം, കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതായി പോകരുതെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അല്ലേ? അതെല്ലാവരും ഒരു സ്റ്റൈലായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതായിക്കൂടാ, കേട്ടില്ലേ? കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ക്ഷീണിച്ചുകൂടാ എന്നെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങളും പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ക്ഷീണിച്ചുകൂടാ. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഇത്രയധികം വോട്ട് ഞങ്ങൾക്ക് കിട്ടാതിരുന്നത്? അതെങ്ങനെയാണ് അത് തിരിച്ച്? ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഇപ്പോൾ ചിലർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അപാകതയടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചയാണ് തലങ്ങും വിലങ്ങും നടത്തുന്നത്. അങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടേ ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ക്രോഡീകരിച്ച്, അതുകൊണ്ടാണ് പെട്ടെന്ന് വീണ്ടും CC ചേർന്നത്. ഈ താഴെയുള്ള ചർച്ചയെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇവിടുന്ന് ചർച്ച ചെയ്തിട്ട് ഭാവി എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യേണ്ടത്. അതിൽ അസാധാരണത്വമൊന്നുമില്ല. സാധാരണ CPM-നകത്ത് അങ്ങനെ ഒരു പതിവില്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആരാണെന്ന് വെച്ചാൽ പരാജയം ഉണ്ടായാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി സമ്മേളനം തിരഞ്ഞെടുക്കുന്നതാണ് എല്ലാ ഭാരവാഹികളെയും. അത് പാർട്ടി സമ്മേളനത്തിൽ മാത്രമേ അത് ചെയ്യുക പതിവുള്ളൂ. അല്ലാണ്ട് കോൺഗ്രസ്സിലൊന്നും ഉള്ളതുപോലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്നൊന്നും CPM-ൽ പറയാറില്ല. കൂട്ടുത്തരവാദിത്തമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയുടെ കൂട്ടുത്തരവാദിത്തമാണ് അതെല്ലാം എടുക്കുന്നത്. ആരോഗ്യ വകുപ്പ് ആര് കൈകാര്യം ചെയ്താലും നല്ല കൃത്യനിഷ്ഠയോടെ കൈകാര്യം ചെയ്യണം. നേരത്തെ ഈ സംവിധാനമെല്ലാം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വകുപ്പ് അത് ശ്രദ്ധിക്കട്ടെ, ഈ ഗവൺമെൻറ്റും അത് ശ്രദ്ധിക്കട്ടെ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പകർച്ചവ്യാധി മരണങ്ങൾ കുറക്കണം. അതുപോലെ സാധാരണക്കാരന് സൗജന്യ ചികിത്സ വളരെ പാവപ്പെട്ടവർക്ക് പൊതുജനാരോഗ്യ ശൃംഖല വഴി കിട്ടണം. അതിനെ തടസ്സം വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിനെതിരായിട്ട് പ്രതികരിക്കുമല്ലോ. വലിയൊരു സ്ഥാനമുണ്ട്. കഴിഞ്ഞ രണ്ടാമത്തെ LDF സർക്കാരിലെ ആരോഗ്യരംഗം അത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെട്ട് അതൊരു തോൽവി കാരണമായിരുന്നു പല ഘടകങ്ങളും താഴോട്ട് വന്നിരുന്നത്. സോ ഒരു ആരോഗ്യരംഗം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായം. അതെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗവൺമെൻറ് മാത്രമൊന്നുമല്ല, ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ദൈനംദിനം ആരോഗ്യ മേഖല കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന മുഴുവൻ ജനങ്ങൾക്കും ഒരു അഫോർഡബിൾ ട്രീറ്റ്മെൻറ്റ്, ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ്, അതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. അത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആര് ആ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അത് 1-2 സർക്കാർ മാത്രമല്ല, ഇപ്പോഴത്തെ സർക്കാർ വരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.